നെടുമങ്ങാട് ആശുപത്രിയിൽ ആദിവാസി ദമ്പതികളുടെ കുഞ്ഞ് മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധമുണ്ടായി. ആ ഡോക്ടറെ സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് എല്ലാം എത്തിച്ചു. പക്ഷേ അവിടെ മാസായി നിന്നത്, അതായത് ഒരു ജനപ്രതിനിധി, ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെയാകണം എന്നുള്ള ഒരു മാതൃക കാണിച്ചത് യുവരാജ് ഗോകുലാണ്. അദ്ദേഹം പറഞ്ഞത്, ഈ പൂതനയെ സസ്പെൻഡ് ചെയ്യാതെ ഞങ്ങൾ ഇതിൽ നിന്ന് പിന്മാറില്ല. അത്ര ശക്തമായ രീതിയിൽ പ്രൊട്ടസ്റ്റ് നടത്തി. സത്യത്തിൽ ഈ ആരോഗ്യ വകുപ്പ് പൂർണ്ണ പരാജയമല്ല. ഇത്തരത്തിലുള്ള ജനപ്രതിനിധികളല്ലേ നമുക്ക് വേണ്ടത്? ഈ ആരോഗ്യ വകുപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഡോക്ടർമാർക്ക് പ്രൈവറ്റ് പ്രാക്ടീസ് അനുവദിച്ചിട്ടില്ല എന്ന് ആണ് പറയുന്നത്. ഈ എറണാകുളം ആശുപത്രിയുടെ ചുറ്റുമൊന്ന് നടന്നു നോക്കുകയാണെങ്കിൽ അവിടെ മുഴുവൻ ഡോക്ടർമാരുടെ ബോർഡ് വെച്ചിങ്ങനെ ഇരിക്കുകയാണ്. അവർക്ക് അവരുടെ വീടുകളിൽ പ്രാക്ടീസ് ചെയ്യാമെന്നുണ്ട്, ഇങ്ങനെ പുറത്തിതായിട്ട് വെച്ചാക്കാൻ പാടില്ല എന്നാണുള്ളത്. എൻ്റെ അമ്മ ജനറൽ ആശുപത്രി സൂപ്രണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. എന്ത് അമ്മയുടെ കാര്യമല്ലാട്ടോ പറയുന്നത്, അപ്പം മുതലേ ഉള്ള ഇപ്പോൾ 93 വയസ്സായി എൻ്റെ അമ്മയ്ക്ക്. ഈ പ്രൈവറ്റ് പ്രാക്ടീസ് കൊണ്ട് തന്നെ ജീവിക്കുന്ന ധാരാളം ഡോക്ടർമാരുണ്ട്. 10,000 രൂപ ആദിവാസി ഊരിൽ നിന്ന് വരുന്നവരെന്നൊക്കെ പറയുകയാണെങ്കിൽ അവരുടെ അവസ്ഥ നെല്ലിപ്പട്ടിക്കുടിയിലൊക്കെ പോയി കണ്ടിട്ടുള്ള വ്യക്തിയാണ് ഞാൻ കേട്ടോ. നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ദയനീയമായ സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന ആ കുഞ്ഞിൻ്റെ അച്ഛൻ 10,000 രൂപ ഈ ഡോക്ടർക്ക് കൊടുത്തു എന്നാണ് പറയുന്നത്, ഈ ഇവരെ നോക്കാൻ വേണ്ടി. വേറൊരു വാർത്ത കൂടെ കേട്ടു കേട്ടോ. ഈ പോസ്റ്റ് ഗ്രാജുവേഷന് പഠിക്കുന്ന ഡോക്ടർമാർ ഇങ്ങനെ നോക്കി നിൽക്കുകയെന്ന്, അവർക്ക് പഠിക്കുവാൻ വേണ്ടിയുള്ള ഒരു വസ്തുവായിട്ട് അമ്മ മാറി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ സമയത്തിന് ഇൻ്റർഫിയർ ചെയ്തിരുന്നെങ്കിൽ ആ കുഞ്ഞു ജീവിതം ഇപ്പോഴും അച്ഛനമ്മമാരുടെ ഒപ്പം തന്നെ ഉണ്ടായിട്ടുണ്ടാകും. അപ്പം നിങ്ങൾ പറയും ഡോക്ടർമാർക്ക് പഠിക്കണ്ടേന്ന്. പഠിക്കാനും ഒരു സാഹചര്യമുണ്ട്. പക്ഷേ നേരത്തെ പ്രജിത പറഞ്ഞതുപോലെ ശരിയായ കാര്യങ്ങളിൽ കൃത്യമായി ഇടപെടുന്നത് നമ്മളുടെ BJPയുടെ പ്രതിനിധികൾ തന്നെയാണ് എന്ന് എനിക്ക് പറയേണ്ടി വരും. ഞാനും ഒരു ജനപ്രതിനിധിയായിരുന്നു. നമ്മൾ കാസർഗോഡ് മുതൽ പാറശാല വരെ നോക്കുകയാണെങ്കിൽ ജനങ്ങളുടെ കാര്യങ്ങളിൽ കൃത്യമായി വെറുതെ മൈക്കിൻ്റെ മുമ്പിൽ പറയുവാനോ അല്ലെങ്കിൽ പേപ്പറിൽ പേര് വരുവാനോ വേണ്ടിയല്ല, പ്രഹസനമല്ലാണ്ട് കൂടെയുണ്ട് കാര്യം കഴിയുന്നത് വരെ. ചിലരപ്പം തന്നെ മറന്നുപോകും പിന്നെ അതിനെക്കുറിച്ച്. ആ ഫോട്ടോയൊക്കെ വന്ന ഫോട്ടോഷൂട്ട് കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ചൊക്കെ മറന്നുപോകും. അല്ലാണ്ട് അവസാനം വരെ ഇതിൻ്റെ അറ്റം കണ്ടിട്ടേ ഞങ്ങൾ മടങ്ങുകയുള്ളൂ എന്ന് പറഞ്ഞ് നിൽക്കുന്നത്. ഇപ്പോൾ യുവരാജ് ഗോകുലിൻ്റെ കാര്യം പറഞ്ഞു, അദ്ദേഹത്തെ പോലുള്ളവർ തന്നെയാണ്. ഈ ഡോക്ടറിനെ സസ്പെൻഡ് ചെയ്തില്ല. ഇങ്ങനെയായിരുന്നു TV-യിൽ ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. അവസാനം ഈ കുഞ്ഞിൻ്റെ മൃതദേഹം ഏറ്റുവാങ്ങിയില്ല. അത് ശക്തമായി നമ്മളെപ്പോലെയുള്ള യുവരാജ് ഗോകുലിനെ പോലുള്ള പ്രതിനിധികൾ ഒപ്പം ഈ കുടുംബത്തിനോടൊപ്പം നിന്നതിന് ശേഷമാണ് ഫൈനലായിട്ട് സസ്പെൻഡ് ചെയ്യുവാനായിട്ട് തീരുമാനിച്ചത്. നമ്മൾ തുടങ്ങി വന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു സംഘടന പുറകെയുണ്ട്. രാജ്യം ഭരിക്കുന്ന BJP എന്ന സംഘടനയാണ് ഇതിനുള്ള ഒരു എനർജി അല്ലെങ്കിൽ ഇതിനുള്ള ഒരു ശക്തി ജനപ്രതിനിധികൾക്ക് നൽകുന്നത്. ധാരാളം കാര്യങ്ങൾ നമ്മളുടെ ഈ ഇവിടുത്തെ നമ്മളെപ്പോലെ ഒരു മാധ്യമ പ്രവർത്തകയായിരുന്നു ശ്രീമതി വീണ ജോർജ് മന്ത്രി. അവരെന്ത് കഴിഞ്ഞ ഉടനെ പറയും, ഞാനിതിലൊരു അന്വേഷണം ഉത്തരവിട്ടിട്ടുണ്ട്. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞ ഉടനെ അന്വേഷണത്തിന് ഉത്തരവിടും. കെട്ടിടം പൊട്ടി വീണ ആളുകൾ മരിക്കുന്നു, കത്തിര ഉള്ളിൽ വെച്ച്, തുണി ഉള്ളിൽ വെച്ച്, ഇനി ഗോസ് അതായത് പഞ്ഞി ഉള്ളിൽ വെച്ച് തുന്നിക്കെട്ടിവിടുന്നു. പിന്നെ അവർ അതിന് അന്വേഷണത്തിന് കൈ നഷ്ടപ്പെട്ട വിഷയം ഉണ്ട്. എന്നിട്ട് അത് അവർക്ക് അതിൽ പൈസ കൊടുക്കുക. 5 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ട് ആ അമ്മയും അച്ഛനും കിടന്ന് കരയാണ്. കുഞ്ഞ് സ്കൂളിൽ പോവില്ല എന്ന് പറഞ്ഞു. പാർവതി എന്തോ ഒരു പേര് പറയാമോന്നറിയില്ല. നല്ലൊരു ഭംഗിയുള്ള കുഞ്ഞ്, മിടുക്കിയായ കുഞ്ഞ്. ആ കുഞ്ഞ് പറഞ്ഞു, കൈയില്ലാണ്ട് ഞാൻ സ്കൂളിൽ പോവില്ല എന്ന്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവർക്ക് അതിനുള്ള 5 ലക്ഷം രൂപ കൊടുക്കാൻ പറ്റുന്നില്ല. എന്നാൽ 20 കോടി രൂപ കൊടുത്തിട്ടാണ് ഇപ്പോൾ സഖാക്കന്മാരെ വീട് വീടാന്തരം നടത്തി നമ്മളുടെ ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം എന്നും പറഞ്ഞിട്ട് പിണറായി സഖാവ് അയച്ചിട്ട് ഇപ്പോൾ ഹൈക്കോടതിയിൽ അത് സ്റ്റേ ആയിട്ട് സർവേ എന്നും പറഞ്ഞിട്ട് അയച്ചിരിക്കുന്നത്. പ്രത്യേകം വേണ്ടി നിങ്ങൾക്ക് ദേഷ്യം വരരുത്, നിങ്ങൾ കൂളായിട്ട് നിൽക്കണം, എന്ത് പറഞ്ഞാലും കൂളായിട്ട് നിൽക്കണം, നമ്മളുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. എന്താണുള്ളത് സഖാവെ പറഞ്ഞ് മനസ്സിലാക്കാൻ? ഈ കൈ പോയ കുട്ടിയോ അല്ലെങ്കിൽ വയറ്റിൻ്റെ ഉള്ളിൽ തുണിയുമായി നടക്കുന്ന സ്ത്രീയോ? നമ്മളുടെ ഇതിൽ പറയും പുത്രദുഃഖമാണ് ഏറ്റവും വലിയ ദുഃഖമെന്ന് പറയും. എനിക്കത് മനസ്സിലാകും. കാരണം എൻ്റെ മോള് വളരെ ചെറിയ പ്രായത്തിൽ കുഞ്ഞായിരിക്കും മരിച്ചു പോയത്. അപ്പോൾ ഈ അച്ഛൻ്റെയും അമ്മയുടെയും വിഷമം എനിക്ക് മനസ്സിലാവും. നൊന്ത് പെറ്റ വയറിൻ്റെ നോവ് ഈ വീണ ജോർജിന് മനസ്സിലാവില്ലേ? അവർക്കില്ലേ കുട്ടികൾ? അതിനുശേഷം ഞാനൊരു അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഈ ഡോക്ടറെ സസ്പെൻഡ് ചെയ്തു. അവരുടെ കുഞ്ഞ് തിരിച്ചു വരുമോ? സസ്പെൻഷൻ എന്ന് പറഞ്ഞ ഉടനെ അങ്ങോട്ടേക്ക് ആയുസിൻ്റെ ഉള്ളിലേക്ക് കയറുമോ? എന്തെന്നാണ് ഇവർ? അത് മാത്രമല്ലല്ലോ, എത്ര തവണയാണ്, എത്ര വീഴ്ചകളാണ് ഈ ഒരു ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിനെതിരെയൊന്നും
ഇപ്പോൾ ഈ ഒരു പ്രൊട്ടസ്റ്റ് ഈ പറയുന്നത് പോലെ യുവരാജ് ഗോകുലും BJP ഒക്കെ ഏറ്റെടുത്തത് കൊണ്ടാണ് ഈ ഒരു നടപടിയെങ്കിലും ഉണ്ടായിട്ടുള്ളത്. ഇല്ലെങ്കിൽ ഇവിടെ CPM-ന്റെ പ്രതിനിധികൾ ഡിഫി ഉണ്ടോ? ഇതിനെതിരെ രംഗത്തിറങ്ങില്ല. ഇല്ലില്ല, അത് അവർക്ക് പ്രതിപക്ഷം ഇറങ്ങുമോ? ഇല്ല. അവർക്ക് എന്തെങ്കിലും പോരായ്മകൾ വന്നാൽ ഡിഫിത് ഇങ്ങനെയാവും, ഇങ്ങനെ അതാവും. അവർ കാണില്ല, കേൾക്കില്ല, മിണ്ടില്ല. അവരുടെ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും എന്ന് പറയേണ്ട വീഴ്ചകളേ ഉള്ളൂ. ഉള്ളൂ. അതിനെക്കുറിച്ചൊന്നും അത് ഇവർക്ക് പ്രത്യേകിച്ചും പ്രതികരിക്കണ്ട. ആരോഗ്യ വകുപ്പ്. അത് ജനങ്ങളുടെ ആരോഗ്യവും സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു വകുപ്പാണ്. ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്നതിൽ ഈ ഒരു 5 വർഷം എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ എത്ര എണ്ണമാണ്. അല്ല, ഇതിൻ്റെ ഇടയിൽ കൂടി വേറൊരു എനിക്ക് രസകരമായി തോന്നിയ കാര്യമാണ്. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെൻറ്റർ പോലെ എറണാകുളത്തും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റിൽ അതിന് തുടക്കത്തോടനുബന്ധിച്ച് കാണിക്കുന്നതിൽ ഒരു വയ്യാത്ത കുഞ്ഞിനെ പിടിച്ചുകൊണ്ടൊരു അമ്മ ഇരിക്കുന്നു. ക്യാൻസർ പേഷ്യൻ്റ് ആയിരിക്കാം. അച്ഛൻ്റെ കൂടെ ഒരു മകളിരിക്കുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യ ഇരിക്കുന്നു. എല്ലാവരും ക്യാൻസർ പേഷ്യൻസാണ്. അവരെയൊക്കെ ഇതുപോലെ തന്നെ തിരുവനന്തപുരത്ത് അതേ സൗകര്യങ്ങളോടുകൂടി തന്നെ ഇവിടെ തുടങ്ങാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കൊള്ളാം. അപ്പം നമ്മുടെ പിണറായി എന്തിന് കടൽ നീന്തിക്കടന്ന് അങ്ങോട്ട് പോകുന്നു, അല്ലെങ്കിൽ വിമാനം പറപ്പിച്ച് മയോ ക്ലിനിക്കിലേക്ക് പോകുന്നു? ഇവിടെ ഇത്ര ലോകോത്തര ചികിത്സാ സൗകര്യങ്ങൾ ഇവിടെയുണ്ടെങ്കിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ മുഴുവൻ കേരളത്തിലേക്ക് ചികിത്സാ സൗകര്യത്തിന് വേണ്ടി വരുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നുള്ള നമ്മളുടെ ക്യാപ്റ്റൻ, നമ്മളുടെ മുഖ്യമന്ത്രി, നമ്മൾ ടാക്സ് കൊടുക്കുന്ന പൈസ ചിലവാക്കി. കാരണം അദ്ദേഹത്തിൻ്റെ ചികിത്സാ ചിലവ് ഫ്രീ ആണ്. ഓരോ തവണയും പോയിട്ട് വരുമ്പോൾ എത്ര ലക്ഷം കോടിക്കണക്കിന് രൂപയാണ് ചിലവഴിക്കുന്നത് നമ്മൾ ഓർക്കണം. അത്രയും ചിലവാക്കി എന്തിനാ അദ്ദേഹം മയോ ക്ലിനിക്കിൽ പോകണം? സാധാരണക്കാരായ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരെ പോലെ, സഖാക്കളെ പോലെ അദ്ദേഹത്തിനും ഇവിടെയുള്ള സൗകര്യങ്ങളിൽ പോരെ. പറഞ്ഞു വരുന്നത്, ശൈലജ ടീച്ചറായിരുന്നു ആദ്യത്തെ പിണറായി സഖാവിൻ്റെ സമയത്ത് ആരോഗ്യമന്ത്രി. അവരൊരു വിധം കൊറോണയുടെയൊക്കെ സമയമായതുകൊണ്ട് രക്ഷപ്പെട്ടു പോയി എന്ന് പറയാം. കാരണം ഒരു ജീവനിൽ കൊതിയുള്ള ആരും തന്നെ അന്ന് ആശുപത്രികളിലൊന്നും അധികം പോവില്ലായിരുന്നു. അത്യാവശ്യം ഇതിനു വേണ്ടി മാത്രമേ പോവുള്ളായിരുന്നു. അതിനുശേഷം വന്ന വീണ മന്ത്രിയുടെ സമയത്ത് ഓരോ ദിവസം അല്ലെങ്കിൽ ആഴ്ചയിൽ 2-3 പ്രാവശ്യം ഇങ്ങനെ പിഴവുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, കേട്ടുകൊണ്ടിരിക്കുന്നത്. മനുഷ്യജീവൻ നഷ്ടപ്പെടുന്നു, മനുഷ്യരുടെ കൈയും കാലിലും അംഗഭംഗം നഷ്ടപ്പെടുന്നു, ബിൽഡിങ്ങുകൾ ഉരുണ്ട് താഴെ വീഴുന്നു. അതിനൊന്നും പ്രതികരിക്കാണ്ട് നമ്പർ 1 കേരളം എന്ന് നമ്മൾ കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ യുവരാജ് ഗോകുലിൻ്റെ കാര്യം പറഞ്ഞു. നമ്മൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന പദ്ധതികൾ പലതും തന്നെ ഇവർ ബ്ലോക്ക് ചെയ്ത് കളയാണ്. ആയുഷ്മാൻ ഭാരത് എന്നൊരു പദ്ധതി ഉണ്ട് കേട്ടോ. അതിലിപ്പോൾ 70 വയസ്സിന് മുകളിലുള്ളവർക്ക് ഫ്രീ ആയിട്ട് 5 ലക്ഷം രൂപ, കുടുംബത്തിനല്ല ഓരോ വ്യക്തിക്കും, അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ 70 വയസ്സിന് മുകളിലാണെങ്കിൽ അവർക്ക് 2 പേർക്ക് കിട്ടും. 10 ലക്ഷം രൂപ ഒരു കൊല്ലത്തേക്കാണ് കിട്ടുന്നത്. ഇറസ്പെക്റ്റീവ് ഓഫ് യുവർ BPL APL ഒന്നുമില്ലാതെ ആർക്ക് വേണമെങ്കിലും അത് കിട്ടും. അത് കേരളത്തിൽ നടപ്പാക്കിയിട്ടില്ല. കാരണം എന്താണെന്നറിയുമോ? നമ്മൾ ഇത് കുടിച്ചിട്ടുണ്ട്, അമൃത് കുടിച്ചിരിക്കുകയാണ്, നമുക്ക് അസുഖങ്ങൾ വരില്ലല്ലോ. അപ്പം എന്നോട് പലരും പറയും, ഒന്ന് ഇദ്ദേഹത്തിനോട് റെഡിയാക്കാൻ പറയൂ, പിണറായി സഖാവിനോടൊന്ന്. ഇനിയിപ്പോൾ ചിലപ്പോൾ ഈ 2 ആഴ്ചയ്ക്കുള്ളിൽ അത് റെഡിയാവും. ഇന്നലെ നിപ്പിലല്ലേ നമ്മളുടെ ബിവറേജസ് കോർപ്പറേഷനുകളൊക്കെ 10 എന്നുള്ളത് 12 ഏകീകരിച്ചതാണ്. അങ്ങനെ തന്നെ നമ്മൾ പറയണം. എന്നാൽ ആ ഏകീകരണം 10ലേക്ക് കൊണ്ടുവന്നൂടെ? പിന്നെ ഇവിടെ വരുന്നവർ മുഴുവൻ ഇവിടെ ഉണ്ടാക്കുന്ന ലോക്കൽ ചാരായം കുടിക്കാൻ വേണ്ടിയാണോ ടൂറിസ്റ്റുകൾ വരുന്നത്? ഞാനും പല സ്ഥലത്തും പോകുന്നുണ്ട്, പല ടൂറിസ്റ്റുകളെയും കാണാറുണ്ട്. അവരൊന്നും ഇങ്ങനെ മദ്യപാനത്തിന് അഡിക്റ്റഡ് അല്ല. അവർ താമസിക്കുന്ന സ്ഥലത്തുള്ളത് കുടിക്കുക. അങ്ങനെയുള്ള ആൾക്കാരാണ് കേരളത്തിലേക്ക് വരുന്നത്. പണ്ടായിരുന്നു ഈ ഹിപ്പികൾ എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിരുന്നു. ഇപ്പം അങ്ങനെയുള്ളവരെ നമ്മൾ വളരെ കുറവായി കാണുന്നുള്ളൂ. ഈ സോഷ്യൽ മീഡിയയിൽ നോക്കുമ്പോഴേ ഞാൻ ശ്രദ്ധിച്ച ഒരു പോസ്റ്റ് ഉണ്ട്. ഭാസ്കരൻ നായർ അജയൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെതാണ് ഈ പോസ്റ്റ്. അപ്പോൾ അദ്ദേഹം ഇതിൽ കൃത്യമായിട്ട് പറയുകയാണ്, ആദിവാസി ദമ്പതികളുടെ കുഞ്ഞു ചികിത്സാ പിഴവിനെ തുടർന്ന് മരിച്ച സംഭവം ഡോക്ടറായ ബിന്ദു സുന്ദറിനെ സസ്പെൻഡ് ചെയ്തു. അപ്പോൾ യുവരാജ് ഗോകുൽ താങ്കളെ അഭിനന്ദിക്കാതെ വയ്യ. തെറ്റിനെതിരെ ശക്തിയുക്തം പ്രതികരിക്കുന്ന യുവത്വത്തിന്റെ പ്രതീകം. അത് പിന്നെ പറയാം, ആദ്യം വാർത്തയിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുകയാണ്. എന്നിട്ട് ആ സ്ത്രീ അനുഭവിച്ച ദുരിതങ്ങൾ ഇങ്ങനെ പറയുകയാണ്. പറഞ്ഞു വരുമ്പോഴാണ് കുഞ്ഞു മരിച്ചതിലല്ല, കൊന്നതിൽ ഡോക്ടർക്കെതിരെ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതിന് പിന്നാലെ മരിച്ച കുഞ്ഞിന്റെ ബന്ധുക്കൾ ആശുപത്രിക്ക് മുന്നിൽ ശ്രീ യുവരാജ് ഗോകുലിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചിരുന്നു. പിന്നീട് മാം പറഞ്ഞതുപോലെ സസ്പെൻഡ് ചെയ്യണോ, സസ്പെൻഡ് ചെയ്യണ്ടേ, സസ്പെൻഡ് ചെയ്യണോ വേണ്ടേ? പക്ഷെ അവിടെ കൃത്യമായ ഒരു തീരുമാനം യുവരാജ് ഗോകുൽ എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ഒരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ആരും എടുത്ത് കാണിക്കില്ല.
ഇത് അത് യുവരാജ് ഇത്തരത്തിലുള്ള ഗോകുലല്ലേ, അതെ BJPയുടെ ആളല്ലേ, BJPയുടെ വക്താവല്ലേ, ചാനലിൽ ചർച്ചകളിൽ വന്ന് BJPയുടെ പക്ഷം കൃത്യമായും വസ്തുനിഷ്ഠാപരമായും പറയുന്ന ആളല്ലേ. അപ്പൊ അദ്ദേഹത്തിന് അങ്ങനെ പ്രൊമോഷൻ കൊടുക്കാൻ പറ്റില്ല. ഇതിപ്പോ ഈ പ്രൊമോഷണൽ ഭാസ്കരൻ നായർ അജയൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പോസ്റ്റുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പലപ്പോഴും രാജ്യത്തിന് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങളെ, മോദി സർക്കാരിന്റെ തീരുമാനങ്ങളെ കുറിച്ചും അങ്ങനെയുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചും ഒക്കെ കൃത്യമായിട്ട് പ്രതികരിക്കുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെ വളരെ കുറച്ച് പേര് മാത്രമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞത്. ഞാൻ ഇതിന്റെ ഇടയിൽ ഇത് കണ്ടപ്പോൾ ഇങ്ങനെ പറഞ്ഞു പോയതാണ്. എന്തായാലും ഈ പറയുന്ന സംഭവങ്ങളൊക്കെ പറയുമ്പോൾ ഈ ആരോഗ്യമന്ത്രി സത്യത്തിൽ എന്തിനാണ് എന്നുള്ളൊരു ചോദ്യം ഉയരുന്നില്ലേ? അല്ല, ആരോഗ്യമന്ത്രി എന്തിനാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ എല്ലാ മന്ത്രിമാരും എന്തിനാ? നമ്മളുടെ എന്താണ് ഇദ്ദേഹം ഉണ്ടല്ലോ, മരുമകൻ മന്ത്രി. ഉം. മരുമകൻ മന്ത്രിയാണ് മരാമത്തിൻ്റെയൊക്കെ ഇതിലിരിക്കുന്നത്. അദ്ദേഹത്തിന് ടൂറിസവും ഉണ്ട്. അപ്പം ഇന്നലെ മിനിയാന്നൊരു വീഡിയോ കണ്ട് ഞാൻ പേടിച്ച് കിടുങ്ങിപ്പോയി. ഒരു സ്കൂട്ടർ ഓടിച്ച് വന്നിരുന്ന ഒരു വ്യക്തി സ്ലോ ഡൗൺ ചെയ്തപ്പോൾ റോഡിൽ കിടക്കുന്ന മണ്ണിൽ സ്കിഡ് ചെയ്തിട്ട് അദ്ദേഹം എന്തോ ഭാഗ്യത്തിന് കറക്റ്റായിട്ട് അതിലേക്ക് വീണു. അവിടെ മുഴുവൻ കമ്പികൾ എഴുതി നിൽക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് കണ്ടു അവിടെയൊക്കെ റിബൺ വലിച്ചു കെട്ടിയിരിക്കുന്നു. അതായത് ഒരൊറ്റ റിബൺ മതി ഈ പറന്നു വരുന്ന സ്കൂട്ടറിനെയും ആളെയൊക്കെ തടഞ്ഞു നിർത്താമെന്ന്. റിബണിന്റെ മഹത്വം പറയണ്ട. ഉമ്മ തോമസിന്റെ കാര്യത്തിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായി. കണ്ടതാണ്. അപ്പം അങ്ങനെ റിബൺ കെട്ടിയിരിക്കുന്നു. ഇതൊന്നും മരുമകൻ കാണുന്നില്ലേ? എന്തുമാത്രം അതിനും തലേ ദിവസമല്ലേ, പിറ്റേ ദിവസം നമ്മൾ കണ്ടല്ലോ, പിറ്റേ ദിവസം പുറത്തേക്ക് പോകാൻ നിന്നൊരു യുവാവ് ഒരു കുഴിയിൽ, സ്ലാബില്ലാത്തതിനും കുഴിയിൽ വീണ് മരിച്ചു. ഇന്നലെയും അതുപോലെ തന്നെ വേറൊരു മാന്യ വ്യക്തിയും ഇങ്ങനെ കുഴിയിൽ വീണിട്ടുണ്ട്. ഇതൊന്നും ഇദ്ദേഹം കാണുന്നില്ലേ? എന്തിനാണ് മന്ത്രിമാർ ഇപ്പം തന്നെ നമ്മൾ ബിവറേജസിൻ്റെ കാര്യം പറഞ്ഞ ആ മന്ത്രി എന്തിനാണ് ഓരോ കാര്യങ്ങളും ഒറ്റ മന്ത്രിയുടെ ആവശ്യം സത്യം പറഞ്ഞ ഇവിടെയുള്ളൂ, ക്യാപ്റ്റൻ്റെ മാത്രം. അദ്ദേഹമാണ് എല്ലാം തീരുമാനിക്കുന്നത്. ഒപ്പിട്ട് കൊടുക്കാൻ ഫയൽ മന്ത്രിമാരുടെ അടുത്തേക്ക് വരും, ഒപ്പിട്ട് അതേപോലെ തിരിച്ചു വരും. ഈവൻ നമ്മുടെ ശബരിമലയുടെ കാര്യം പോലും തീരുമാനിക്കുന്നത് അദ്ദേഹമാണ്. എത്ര പ്രായശ്ചിത്തം ചെയ്താലും ഇതൊന്നും തന്നെ ഭഗവാന്റെ കണ്ണിൽ മറയിടാൻ പറ്റുകയില്ല. പ്രായശ്ചിത്തത്തിൽ നടത്തിയ അയ്യപ്പ സംഗമത്തിൻ്റെ കാര്യം പറയുന്നുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് IC എന്ന കമ്പനിക്ക് 3 കോടി രൂപ കൊടുക്കില്ല എന്ന്. ഒരു ബിസിനസ് ചെയ്യുന്ന മനുഷ്യരെ ആക്സെപ്റ്റ് ചെയ്യാൻ പറയുമോ? 300 അല്ല, 3000 അല്ല, 3 ലക്ഷം അല്ല, 3 കോടി രൂപ ഞങ്ങൾ തരില്ല എന്ന്. അങ്ങനെ പറയുന്നത് ആരാ? ജയകുമാർ എന്നും പറഞ്ഞ IAS ഉദ്യോഗസ്ഥനായിരുന്ന അദ്ദേഹമാണിപ്പോൾ ദേവസ്വം ബോർഡിനെ നയിച്ചു കൊണ്ടുപോകുന്നത്. അദ്ദേഹം പറയുന്നത് കേൾക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് ഇദ്ദേഹം പറയുന്നതെന്ന് ഒരു സംശയം തോന്നിപ്പോകുന്ന പോലെയാണ്. ചുരുക്കം പറഞ്ഞാൽ ഇവിടെ ഒന്നുമില്ല. കുറേ മന്ത്രിമാർ നമ്മൾ റോഡിൽ കൂടി ഇറങ്ങിയ മന്ത്രിമാരുടെ വാഹന വ്യൂഹം കടന്നു പോകാൻ 1 മിനിറ്റ് 2 മിനിറ്റൊക്കെ എടുക്കും. 2-3 മുമ്പിൽ പോലീസുകാർ, പിന്നെ മന്ത്രിയുടേത്, പിന്നെ 2-3 കാറുകൾ. അപ്പോൾ പോലീസുകാർ പറയാണ്, മാഡം ആരെങ്കിലും വരികയാണെങ്കിൽ അന്നത്തെ ദിവസം വേറെ ഒരു പരിപാടി ഇവിടെ നടക്കില്ല, ഇവർക്ക് വേണ്ടിയിട്ട് അകമ്പടി സേവിക്കുക. അപ്പോൾ ഇവിടെ ഒന്നും നടക്കുന്നില്ല എന്നും പറയുന്നതാണ് നല്ലത്. അതുകൊണ്ട് തന്നെയാണ് ദിവസം പ്രതി ഇവർ കാണിക്കുന്ന സർവേകളിൽ ഇവരുടെ ജനപ്രീതി കുറഞ്ഞു വരുന്നു. മുഖ്യമന്ത്രിയുടെ ജനപ്രീതിയും കുറഞ്ഞു വരുന്നു എന്നാണ് നമ്മൾ കാണുന്നത്. പിന്നെ മന്ത്രിമാരുടെ കാര്യം പറയണ്ടല്ലോ.